ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം മൈക്കൊക്കെ എടുക്കാൻ ഞാൻ മറന്നു. സോ അതേപോലെ ഞാൻ ഏത് സിനിമയെക്കുറിച്ചാണ് ഒപ്പീനിയൻ പറയാൻ പോകുന്നതിനും അത് പറയുന്നതിന് മുന്നേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. കുറച്ച് കാര്യങ്ങളും കുറച്ച് സംഭവങ്ങളുമായിട്ടൊക്കെ ഒന്ന് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ സിനിമയും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ഒരു മാസത്തിന് ഇടയ്ക്ക്. സോ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയി വരുന്നത്. സോ ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് ഈ സിനിമയുടെ ഒപ്പീനിയൻ കേൾക്കുന്നതിന് മുന്നേ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ. ഇത് നിങ്ങളൊരു ജനറൽ ഓഡിയൻസായിട്ടാണ് ഈ സിനിമയുടെ ഒപ്പീനിയൻ കേൾക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഒരു വിജയ് ഫാനിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ ആയിരിക്കും. കാരണം ഞാനൊരു വിജയ് ഫാനാണ്. സോ വെരി സോറി, ബട്ട് ഇഫ് യു ആർ നോട്ട് എ വിജയ് ഫാൻ, ഇഫ് യു വാണ്ട് എ ജനറൽ റിവ്യൂ ഓഫ് ദ മൂവി ജനനായകൻ, പ്ലീസ് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. സോ ജനനായകൻ എച്ച് വിനോദ് ഡയറക്റ്റ് ചെയ്ത വിജയ്, ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് വിജയ്, ദളപതി വിജയ്, പൂജ ഹെഗ്ഡെ, ബോബി ദിയോൽ, നാസർ, പ്രകാശ് രാജ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് ജനനായകൻ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ആസ് എ വിജയ് ഓഡിയൻ അല്ലെങ്കിൽ ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനറലി ഒരു ജനറലി എങ്ങനെയുണ്ട് പടം, അല്ലെങ്കിൽ ആസ് എ മൂവി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു ആവറേജ് പടമാണ്. ഭഗവാൻ കേസരി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്ക് തന്നെയാണ് ഈ സിനിമ. അതിൽ അവർ കുറച്ച് പൊളിറ്റിക്കൽ കണ്ടൻസും അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടൊരു പെർസ്പെക്റ്റീവും കൂടി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വിജയുടെ എല്ലാ എലമെൻസും, ഫൈറ്റ്, ആക്ഷൻ ഫൈറ്റ് ഒന്നാണെന്നല്ലോ പറഞ്ഞാൽ, ഫൈറ്റ്, മ്യൂസിക്, അതേപോലെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു മാസ് എലിവേഷൻ സീനാണെങ്കിലും അതെല്ലാം ഇതിനകത്തുണ്ട്. സോ ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു ആസ് എ ഹോൾ ഒരു ആവറേജ് അനുഭവമായിരിക്കും തരുന്നത്. മമിത ബൈജുവിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. മമിത ബൈജു ഈ സിനിമയിലൊരു ഭയങ്കര പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സോ സിനിമ ഭയങ്കര ആവറേജ് ആണെങ്കിലും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജനുവരിയിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ ജനുവരിയിൽ റിലീസായില്ല, ഡ്യൂ ടു സം റീസൺസ്. അതെന്താണെന്നൊന്നും ഇനി ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജനുവരി കഴിഞ്ഞ് ഒരു 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ജനനായകൻ തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ജനനായകൻ ലീക്ക് ചെയ്യപ്പെട്ടു. അത് 1.5 കോടി ആൾക്കാർ അത് ലീക്ക് കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിജയ് ഫാൻ എന്ന എനിക്ക് പോലും അത് ഉറപ്പില്ലായിരുന്നു ഇനി ഈ സിനിമ തിയേറ്ററിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അത് വന്നു. ജൂലൈ 23 ഇറങ്ങി. ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ രാത്രിക്കുള്ള ഷോ ആണ് കണ്ടത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഞാൻ തന്നെ ഒരു ജനറൽ ഓഡിയനായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആവറേജ് എന്നേ പറയാൻ പറ്റൂ. കാരണം ഇതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എന്താ പറയുന്നത്, ഇതൊരു ആസ് എ ഹോൾ ഇതിൻ്റെ മേക്കിംഗ് ആവറേജ് ആണ്. പക്ഷേ ഇത് ഭഗവാൻ കേസരി എന്ന് പറയുന്ന സിനിമയുടെ ചിലയിടത്തൊക്കെ എനിക്ക് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അവരെടുത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പം ഭഗവാൻ കേസരി കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ചിലപ്പം നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട് ഇതിനകത്ത്. പുള്ളി ബാലയ്ക്കൊരു റെഫറൻസസ് പോലൊക്കെ അവിടെ ഇവിടെയും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിലെ ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെല്ലിൻ്റെ ഫൈറ്റിനോട് ഫസ്റ്റ് ഹാഫിൽ തന്നെ തലപതി കച്ചേരി പുള്ളിക്കാരൻ ഇനി റിലീസും അല്ലെങ്കിൽ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ അതിൽ കാണാനേ പറ്റൂ. അപ്പോൾ പുള്ളി ഒരു പുതിയ സിനിമയിൽ അല്ലെങ്കിൽ ഒരു പുതിയ പടത്തിൽ പുള്ളി ഡാൻസ് കളിച്ച് കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടൊരു സിനിമയാണ് ജനനായകൻ. പുള്ളിയുടെ ലാസ്റ്റ് പടം
ഇത്രയും ഹേർഡൽസ് കഴിഞ്ഞ് വരുന്നൊരു പടം, നമ്മുടെ എന്താ പറയുക, തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പടം. അതുകൊണ്ടൊക്കെ ഈ സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എനിക്ക്. അങ്ങനെ സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊരു വിജയ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. ഇതിൻ്റെ എൻ ക്രെഡിറ്റ്സിലൊക്കെ ഒരു പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പൈലേഷൻ പരിപാടി. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇറ്റ്സ് എ വിജയ്. ആ വിജയുടെ ഓറയും അല്ലെങ്കിൽ ആ ഒരു വിജയുടെ ആറ്റിറ്റ്യൂഡ്, സ്വാഗ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. സോ മൊത്തത്തിൽ ആസ് എ വിജയ് ഫാൻ, ഞാൻ പിന്നെയും പറയുന്നത് എൻ്റെ ഒരു വിജയ് ഫാൻ എന്ന രീതിയിലുള്ളൊരു ഒപ്പീനിയനാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ സിനിമ എന്നല്ല, ഏത് സിനിമയും തിയേറ്ററിൽ തന്നെ കാണാൻ ഡിസേർവ് ചെയ്യുന്ന സിനിമകളാണ്. അത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ